അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യും? നാട്ടിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് വളരെ ബുദ്ധിമുട്ടി വന്ന ആൾക്കാരാണ് ഈ സ്റ്റുഡൻസൊക്കെ. കാനഡ എല്ലാവർക്കും ജോലി തരും, കാനഡ എല്ലാവർക്കും വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരും, സ്റ്റേ ബാക്കിനുള്ള. അതുപോലെ തന്നെ കാനഡയിൽ PR ആവും, എല്ലാം അങ്ങോട്ട് ചെല്ലേ വേണ്ടു, അതൊരു സ്വർഗ്ഗലോകമാണ് എന്നൊക്കെ പറഞ്ഞ് ആണ് കാനഡ നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ വന്നു നോക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഉടായ്പാണ്. ജോലിയും ഇല്ല, വർക്ക് പെർമിറ്റും ഇല്ല, PR-ഉം ഇല്ല. അപ്പോൾ വല്ലാത്തൊരു മോശ അവസ്ഥയിലൂടെയാണ് ഒരുപാട് സ്റ്റുഡൻസ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനൊക്കെ എങ്ങനെ ഇതൊക്കെ ഒന്ന് സംഭവിച്ചു, ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്. ഞാൻ കനേഡിയൻ ഗവൺമെൻറ് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അഡ്വൈസറും കനഡയിൽ 10-20 വർഷമായി ജീവിക്കുന്ന ഒരു കനേഡിയൻ മലയാളിയും കൂടിയാണ്. അപ്പോൾ നമുക്കിനി സൊല്യൂഷനെ പറ്റി സംസാരിക്കാം. എന്താണ് ഇപ്പോൾ ഈ വന്ന് വിട്ട് കിടക്കുന്ന ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളി സ്റ്റുഡൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടോ കനഡയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ?